വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഗോതമ്പ് ദോശയും നല്ലൊരു തേങ്ങാ ചട്നിയുമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. രാവിലെ എഴുന്നേറ്റ് അരി ഉഴുന്നും അരച്ചൊന്നും ഇല്ലെങ്കിൽ വളരെ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇത് തയ്യാറാക്കുന്നതിനായിട്ട് 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതിന് നന്നായിട്ട് ഉപ്പ് ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഡിന്നറിനോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനോ ഒക്കെ നമുക്ക് റെഡിയാക്കാവുന്ന ഒരു ഈസി റെസിപ്പിയാണിത്. ഇനി അതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്ക് ഗോതമ്പ് പൊടിയെടുത്ത ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം എടുത്ത് ആദ്യം ഒന്ന് മിക്സ് ചെയ്യാം. കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നമ്മളിത് മിക്സ് ചെയ്യണം. ഇപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വീണ്ടും നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർക്കാം. കുറേശ്ശെ വേണം ഇനി നമ്മൾ ചേർക്കാനായിട്ട്. സാധാരണ ദോശയുടെ മാവിനേക്കാൾ കുറച്ചുകൂടെ ലൂസായിട്ടുള്ള നമ്മൾ തയ്യാറാക്കണം. അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുന്ന മല്ലിയില, 1 പച്ചമുളക് തീരെ ചെറുതായി അരിഞ്ഞത് ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആവശ്യമാണെങ്കിൽ ഉള്ളി ചേർക്കാം. സവാളയൊക്കെ തീരെ പൊടിയായിട്ട് അരിയണമെന്നേ ഉള്ളൂ. തേങ്ങ അല്പം ചേർക്കാം. അതൊക്കെ നമുക്ക് ആവശ്യമുള്ള രുചിയുടെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാറുണ്ട്. ഇപ്പം നമ്മുടെ ഗോതമ്പ് ദോശയ്ക്കുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കല്ല് വെച്ച് കൊടുക്കാം. ദോശക്കല്ല് അടുപ്പിലിട്ട് വയ്ക്കുന്നുണ്ട്. അതിലേക്ക് അല്പം നെയ്യ് തൂത്ത് കൊടുക്കാം. കല്ലൊരു വിധം ചൂടായി വരുമ്പോൾ നമുക്ക് ദോശ മാവ് ഒഴിച്ചു കൊടുക്കാം. തിന്നായിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഗോതമ്പ് മാവിൻ്റെ ആ ഒട്ടിപ്പിടിക്കലൊന്നും ഇതിനുണ്ടാവുകയില്ല. നല്ല ഇതായിട്ടുള്ള ഒരു ദോശ നമുക്കിതുപോലെ തയ്യാറാക്കാം. നന്നായിട്ട് ഡ്രൈ ആയി വരുമ്പോൾ അതിന് മുകളിൽ അല്പം ഓപ്ഷനിലാണിത് നെയ്യോ എണ്ണയോ ഏതാണെന്ന് ഒന്ന് തൂത്ത് കൊടുക്കാം. ഒരു സൈഡ് റെഡി മുത്തതിന് ശേഷം നമുക്ക് തിരിച്ചിടാം. നല്ല കളറിൽ കണ്ടില്ലേ? 2 സൈഡും കറക്റ്റായിട്ട് റെഡിയാക്കി എടുത്ത് നമുക്ക് ദോശ ഇതുപോലെ തയ്യാറാക്കാം. ഗോതമ്പ് ഒട്ടും ഇഷ്ടമല്ലാത്തവർ പോലും ഇങ്ങനെ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ ദോശ നന്നായിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങളതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ദോശ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന മാവ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. ഒന്നര ഗ്ലാസ് ഗോതമ്പ് പൊടിയിൽ നിന്ന് എനിക്കൊരു 7 ദോശയോളം കിട്ടിയിട്ടുണ്ട്. രാത്രിയിലാണെങ്കിൽ നമുക്ക് ഡിന്നറിനൊക്കെ ഒന്ന് തയ്യാറാക്കാവുന്നേ ഉള്ളൂ. ഇനി ഇതിന് നമുക്ക് നല്ലൊരു ചട്നി കൂടെ തയ്യാറാക്കാം. 1/2 കപ്പ് തേങ്ങ തിരുമ്മിയത് ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 ചുമന്നുള്ളി ചേർത്തിട്ട് അല്പം വെള്ളം. ഇത് നമ്മൾ കുറച്ച് തിക്കായിട്ട് ഈ ചട്നി ഉണ്ടാക്കുന്നത്. ചമ്മന്തി പാകത്തിലാണ് ഉണ്ടാക്കുന്നത്. ആവശ്യത്തിന് മുളക് പൊടി കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. ഗോതമ്പ് ദോശയും കൂടെ നല്ലൊരു
തേങ്ങാ ചട്നിയും തയ്യാറാക്കിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഹൈപ്പ് ചെയ്യണം. മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.